ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് കാപ്പിപ്പൊടി, അതായത് കോഫി പൗഡർ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുക. ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ടങ്ങ് പോയാലോ. ഇതാണ് കാപ്പിയുടെ മരം. കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. എല്ലാ നാട്ടിലും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാണുന്നതാണ് ഇതിൻ്റെ പൂവ് ചുരുങ്ങി അത് കായ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ കായാവും. ഇതായി ഒരു സൈഡിലായിട്ട് ഇവിടെ കായുണ്ട്. ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ കാപ്പിയുടെ കുരു ഉണ്ടാവുക. ഇതുപോലെ നല്ല പഴുത്തിട്ട് വേണം നമ്മളിത് പറിക്കാനായിട്ട്. ഇത് പറിച്ചതിന് ശേഷം നമ്മളിത് ഒന്ന് ഉണക്കിയെടുക്കണം. നമ്മളിതപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഉണക്കിയെടുക്കണം. ഇതേപോലെ നന്നായിട്ട് പഴുത്ത് വേണം നമ്മൾ പറിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇതേപോലെ പഴുത്ത് പറിച്ചെടുത്തിട്ട് അത് ഉണക്കിയെടുക്കണം. ഉണക്കി കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉണക്കി വെച്ചതാണ്. അപ്പോൾ നമ്മളിത് ഉണക്കി കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു കുരു, ഈ കാപ്പിയുടെ ഒരു കുരു പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ടെണ്ണമാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലൊന്ന്, അത് പല സൈസിലും ഉണ്ടാവും. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ഒരുപാട് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ കൈ കൊണ്ട് വെച്ച് പൊട്ടിച്ചാൽ പൊട്ടിക്കാൻ കഴിയും, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇതേപോലെ കൈ വെച്ച് തോലിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. അപ്പോൾ നമ്മൾ ഇതേപോലെ പൊളിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ രണ്ടെണ്ണമാണ് ഒന്നിൻ്റെ അകത്ത് ഉണ്ടാവുക. നമ്മുടെ കാപ്പിക്കുരുയുടെ ഫോട്ടോ ഒക്കെ കാണുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. പക്ഷേ അത് ഈ ഒരു കളറായിരിക്കില്ല, അത് ബ്രൗൺ കളറായിരിക്കും. അതെങ്ങനെയാണ് വരുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി ഇത് മുഴുവനായിട്ട് പൊട്ടിച്ചെടുക്കണം. അതിന് എളുപ്പം പൊട്ടി കിട്ടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചട്ടി വെച്ച് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോട് പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടും. അതിന് തോട് ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് ചൂടാക്കിയാൽ മതി. തോട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടും. അതിനായിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അതിൻ്റെ പുറം തോട് മാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ചൂടാക്കുമ്പോൾ അതിൻ്റെ മുഴുവനായിട്ടും കരിയണ്ട, അതിന് പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടി പോരാനായിട്ടാണ്. അത് ചൂടായി കഴിഞ്ഞാൽ എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചൊന്ന് അമർത്തി കഴിഞ്ഞാൽ പൊട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ നെക്കി കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ പൊട്ടണം. അപ്പോൾ ആ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഇത് പൊട്ടിക്കാനായിട്ട് എളുപ്പത്തിൽ നമ്മൾ കൈ വെച്ച് പൊട്ടിച്ചാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ കല്ലിൻ്റെ ഒരലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിലിട്ട് പൊട്ടിക്കാം. ഇതൊന്നും പല വീടുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സംഭവം, ഇത് എല്ലാവരും ഈ ഒരു സംഭവം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതും ഇല്ലാത്തവരാണെങ്കിൽ കൈ വെച്ച് പൊളിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയും ഇതൊന്ന് പൊളിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ചിട്ടതിന് ശേഷം ഒന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോടൊക്കെ പൊട്ടും, അകത്തുള്ള കുരു പൊട്ടില്ല. അപ്പോൾ നമ്മളിതാ സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ച് ഇടിക്കാൻ പറ്റുന്നില്ല, ഒരു ടേബിളിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ തോട് മാത്രം ഒന്ന് പൊട്ടും. ഇതേപോലെ തിരിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. പൊട്ടിയതിന് ശേഷം നമ്മളിതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ തോട് മാത്രം. ഇനി ഇതേപോലെ പ്ലേറ്റിലേക്ക് കൊട്ടിയിട്ട് അതിൻ്റെ ആ ഒരു കുരു നമ്മളതിൽ നിന്ന് പെറുക്കിയെടുക്കണം. അതിൻ്റെ ആ പുറന്തോടും കുരു ഒന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു കുരു മുഴുവനായിട്ടൊന്ന് പെറുക്കി എടുക്കണം. അതിൻ്റെ തോട് കളഞ്ഞ് ക്ലിയർ ആക്കി എടുത്താൽ മതി. എങ്ങനെയാലും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മളിത് ഇതേപോലെ മുഴുവനായിട്ടും ക്ലിയർ ആക്കി എടുക്കുക. ഇനി നമ്മളിത് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഇതേപോലെ ഇത്രയും പൊളിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രൗൺ നിറം കിട്ടാനായിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് പൊട്ടിക്കാൻ കഴിയില്ല, നല്ല ഒരു ഉറപ്പില്ലൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ബ്രൗൺ നിറമാവുന്നത് വരെ വറുക്കണം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ചട്ടി വെച്ചു, കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതേപോലെ അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നിങ്ങൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കാപ്പിയുടെ കുരു ഏത് നിറമായിരിക്കും. കാപ്പിപ്പൊടിയുടെ നിറം എങ്ങനെയാണെന്ന് അറിയാലോ, ആ നിറത്തിലോട്ട് വരണം ഇതിൻ്റെ ഒരു കുരു വറുത്തെടുത്തിട്ട്. ഇനി കുറച്ച് സമയം കൂടി വറുക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് ബാക്കി പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു നിറം ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കരിയുന്നത് വരെ, നന്നായിട്ട് കരിയരുത്, കുറച്ചൊന്ന് കരിയുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. വറുത്ത് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിത് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളൊരു മിക്സിയിലോട്ട് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക.
നമ്മളിപ്പോൾ മുഴുവൻ ഇടാത്തത് നമുക്ക് തംബ്നെയിലിന് ഫോട്ടോ എടുക്കാനായിട്ട് എന്തിനേ ആവശ്യം വരികയാണെങ്കിൽ വെറുതെ വെച്ചാണ്. അപ്പോൾ നമ്മളിതാ ബാക്കിയൊന്ന് മുഴുവനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് നൈസായിട്ട് പൊടിയുന്നത് വരെ പൊടിച്ചെടുക്കണം. നമ്മൾ മിക്സി ഓൺ ചെയ്തു നന്നായിട്ട് പൊടിയണം. നമ്മൾ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് ആവണം, നൈസായിട്ട് പൊടിയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസും അതേപോലെ തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള പല വീഡിയോസും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടണോട് തൊട്ട് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ലൈറ്റ് കുറച്ച് കുറവുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിതാ ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മുഴുവനായിട്ടും ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നല്ല നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് അപ്പോൾ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കാപ്പിയുടെ കുരു പറിക്കുന്നത് തൊട്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത് വരെയുള്ള മുഴുവൻ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസും വ്യത്യസ്തമായുള്ള പല വീഡിയോസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടണോട് തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.